തൃശൂരിൽ വെൽനസ് സെന്റർ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ യോജിച്ച പോരാട്ടത്തിനൊരുങ്ങുകയാണ് CGHS ബെനിഫിഷ്യറീസ് വെൽഫെയർ അസോസിയേഷൻ. സാമ്പത്തിക ബാധ്യതയുടെ പേര് പറഞ്ഞ് തൃശൂരിനെ തഴയുമ്പോഴും രാജ്യത്ത് 24 പുതിയ വെൽനസ് സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ നേതാക്കൾ പറയുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ സേവനങ്ങൾ ജില്ലയിലെ 8000-ലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ തൃശൂരിൽ വെൽനസ് സെന്റർ സ്ഥാപിക്കണമെന്നാണ് ദീർഘകാലമായുള്ള ആവശ്യം. ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും 60 വയസ്സിന് മുകളിലുള്ളവരും സർവീസിൽ നിന്ന് വിരമിച്ചവരുമാണ്. കേരളത്തിൽ നിലവിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് വെൽനസ് സെന്ററുകളുള്ളത്. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലുള്ള ഗുണഭോക്താക്കൾ ചികിത്സയ്ക്കായി എറണാകുളം കടവന്ത്രയിലുള്ള സെന്ററിനെയാണ് ആശ്രയിക്കേണ്ടത്. ഇവിടെയാകട്ടെ 6000 പേർക്കുള്ള ചികിത്സാ സംവിധാനം മാത്രമാണുള്ളത്. നിലവിൽ 19,000-ൽ പരം അംഗങ്ങളുണ്ട്. മണിക്കൂറുകൾ വരി നിന്നാൽ പോലും ഡോക്ടറെ കാണാതെ മടങ്ങേണ്ട സ്ഥിതിയാണെന്ന് ഇവർ പറയുന്നു. തൃശൂരിൽ പുതിയ സെന്റർ വന്നാൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവർക്കും പ്രയോജനകരമാകും. തൃശൂരിൽ വെൽനസ് സെന്റർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മാറി വരുന്ന ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ യാതൊരു പരിഗണനയും ഉണ്ടായില്ല. തൃശൂരിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രായം മറന്നും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി നന്ദൻ ഏറാടത്ത് പറയുന്നു. വർഷങ്ങളായി ഇവിടെ മാറി വരുന്ന ജനപ്രതിനിധികളോട് ഒരു CGHS വെൽനസ് സെന്റർ വേണമെന്ന് പറഞ്ഞിട്ടും ഒരു പരിഹാരം കാണാത്ത സ്ഥിതിക്ക് ഞങ്ങളെല്ലാം കുറേ അധികം കഷ്ടപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നും വിരമിച്ചവർ കൂടുതലും 60 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സ് 90 വയസ്സ് വരെയുള്ളവർ കൂടെ ഇരിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ആരോഗ്യ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ 8000 പേര് തൃശ്ശൂർ ജില്ലയിൽ മാത്രമുണ്ട്. ഒരു വെൽനസ് സെന്ററിനകത്ത് 6000 പേരുടെ കപ്പാസിറ്റി ഇരിക്കെ ഇന്ന് കൊച്ചിയിൽ 19,000-ലധികം ബെനിഫിഷ്യറീസാണ്. 3 വെൽനസ് സെന്റർ തുറക്കേണ്ട സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഇനിയും മറ്റൊരു വെൽനസ് സെന്ററിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. തൃശ്ശൂരിനെ ശരിക്കും അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ തൃശ്ശൂരിൻ്റെ അവഗണന മാറ്റണം. അതിന് ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. TCV തൃശ്ശൂർ.